എന്നാൽ ശിവസതിമാരെ ദക്ഷൻ അവജ്ഞാപൂർവം അവഗണിച്ചു. ശിവസാന്നിധ്യമില്ലാതെ യാഗം നടത്തുന്നത് ഒരുപക്ഷെ സർവ്വലോകനാശത്തിന് ഇടയാകുമെന്ന് ബ്രഹ്മ വിഷ്ണുമാർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ദക്ഷൻ അത് ചെവിക്കൊണ്ടില്ല. അരണി കടഞ്ഞ് അഗ്നി ജ്വലിപ്പിച്ച് യാഗം തുടങ്ങി. ദക്ഷയാഗം ഒരു മഹോത്സവമായി എല്ലാവരും കൊണ്ടാടുമ്പോൾ ആ യാഗത്തിന് പോകാനാവാത്തതിൽ മിഴി നനഞ്ഞ് കൈലാസത്തിൽ സതി ഖിന്നയായിരുന്നു. പിന്നീട് എപ്പോഴോ ശിവനെ നിർബന്ധപൂർവം പറഞ്ഞ് സമ്മതിപ്പിച്ച് സതീദേവി യാഗഭൂമിയിലേക്ക് പുറപ്പെട്ടു. യാഗശാലയിലെത്തിയ സതിയെ ചുടലവാസിയുടെ ഭാര്യ എന്ന് വിളിച്ച് അപമാനിച്ചു ദക്ഷൻ. അഹങ്കാരത്തിന്റെ ഉരകലിൽ തേച്ച് മൂർച്ച കൂട്ടിയ ദക്ഷവചനങ്ങൾ പതിയെ ഈശ്വരനായി കാണുന്ന ഒരു പതിവ്രതയ്ക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഒടുവിൽ ദേവി യാഗാഗ്നിയിൽ